നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. വിഷു എത്തി. വിഷു സൂര്യ സാന്നിധ്യമാണ്. അതിജീവനത്തിൻ്റെ ആരാധനാമൂർത്തികളിൽ ആദിമ മനുഷ്യർ സൂര്യനെയും ഭൂമിയെയും മൂലസ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിച്ചിരുന്നു. ഈ സൂര്യ സാന്നിധ്യമാണ് എവിടെയും കണിവെള്ളരിയായി വിളഞ്ഞതും കർണികാരമായി പൂത്തതും വിഷുപക്ഷിയായി പാടുന്നതും. വിഷുവിന് വിഷ്ണു എന്ന പദവുമായി ആശയപ്പൊരുത്തമുണ്ട്. വിഷ്ണു എന്ന വാക്കിന് എല്ലായിടത്തും വ്യാപിച്ചവൻ എന്നാണ് അർത്ഥം. വിഷ്ണുപദം എന്നാൽ ആകാശം എന്നർത്ഥം. മേടമാസത്തിൽ വെട്ടിത്തിളങ്ങുന്ന സൂര്യൻ സഹസ്രകിരണങ്ങളാൽ ഭൂമിയെയും ആകാശത്തെയും പ്രകാശമാനമാക്കുന്നു. ഈ സമയത്താണ് ഭൂമിയിൽ കണിക്കൊന്നകൾ പൂത്തുലയുന്നത്. കാലപുരുഷന്റെ സ്വർണ്ണ കിരീടത്തിലെ കിങ്ങിണികളാണ് കർണികാരപ്പൂക്കൾ. വിഷുവിൻ്റെ അതിദേവത ഭൂമിയും അതിദേവൻ സൂര്യനുമാണ്. വിഷുപ്പുലരിയിൽ സൂര്യൻ ഭൂമിയുടെ തെക്കു ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്നു. അത് ദക്ഷിണായനത്തിൻ്റെ ആരംഭമാണ്. വടക്കു ഭാഗത്തുദിക്കുമ്പോൾ ഉത്തരായനമായി. സൂര്യൻ ഭൂമിയിൽ കാലങ്ങളെ രണ്ടായി പകക്കുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. സാധുബലം കിം ദൈവം സാധു സർവദാ തുഷ്ടഃ ദൈവം കിം യത് സുകൃതം സുകൃതി ശ്ലാഘയത്തെ ച യസദ്ഭിഃ സാധുബലം കിം ദൈവം സാധു സർവദാ തുഷ്ടഃ ദൈവം കിം യത് സുകൃതം സുകൃതി ശ്ലാഘയത്തെ ച യസദ്ഭിഃ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ബലം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സാഹചര്യത്തിനനുസരിച്ചാണ് നിലകൊള്ളുന്നത്. എന്നാൽ ശ്രേഷ്ഠമായ ബലം എന്താണെന്നാണ് ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ ചോദ്യം. അതിനുത്തരമായി ആചാര്യൻ പറയുന്ന മറുപടി ദൈവം എന്നാണ്. എന്താണ് ദൈവം എന്നതിനെക്കുറിച്ച് വിവരിക്കുകയാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം.
പ്രശ്നോത്തര രത്നമാലികയിൽ 47 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. അവിടെ ധർമ്മം ശിഷ്ടന്മാരാൽ അഭിമതമായതാണ് ധർമ്മമെന്ന് പറഞ്ഞു. തുടർന്ന് സാധുബലം കിം ദൈവം കസാധു സർവദാ തുഷ്ടഃ ദൈവം കിം യത് സുകൃതം കസുകൃതി ശ്ലാഘയതേ ച യസ്സദ്ഭിഃ. സാധുബലം കിം ദൈവം കസാധു സർവദാ തുഷ്ടഃ ദൈവം കിം യത് സുകൃതം കസുകൃതി ശ്ലാഘയതേ ച യസ്സദ്ഭിഃ. സാധുബലം കിം, ഇതാണ് ചോദ്യം. സാധുബലം രണ്ട് രീതിയിൽ അർത്ഥം പറയാം. ഒന്ന് സാധുവായ ബലം, സാധുബലം. സാധു ശബ്ദത്തിന് ശ്രേഷ്ഠം എന്നാണ് അർത്ഥം. സാധുഭാവം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠഭാവമാണ്. ഇപ്പോൾ സാധുബലം, ശ്രേഷ്ഠമായ ബലം, അതെന്താണ്? ഇപ്പോൾ സാമാന്യമായി നമ്മൾ ലോകത്തിൽ പറയുന്ന ബലം ചിലപ്പോൾ ചിലയിടങ്ങളിൽ ചിലർക്കുള്ളതായിരിക്കും. അതായത് ഒരിക്കൽ ബലം എന്ന് പറഞ്ഞത് മറ്റൊരവസരത്തിൽ ബലമായി അനുഭവപ്പെടില്ല. ഒരിടത്ത് ബലം എന്ന് തോന്നുന്നത് മറ്റൊരിടത്ത് ബലമല്ലാതാകും. മാത്രമല്ല വ്യക്തിതലത്തിലും ആപേക്ഷികമാണ് ബലം. എന്നാൽ ശ്രേഷ്ഠമായ ബലം എന്ന് പറഞ്ഞാൽ അതെവിടെയും ബലമായി നിലനിൽക്കുന്നതാണ്, എപ്പോഴും ബലമായി നിലനിൽക്കുന്നതാണ്. അങ്ങനെ ശ്രേഷ്ഠമായ ബലം എന്താണ്? അഥവാ മറ്റു രീതിയിൽ അർത്ഥം പറയാം. സാധോഹോ ബലം സാധുബലം, സാധുവിൻ്റെ ശ്രേഷ്ഠൻ്റെ ബലം. ഇപ്പം ശ്രേഷ്ഠനായൊരു മനുഷ്യൻ്റെ ബലം എന്താണ്? ഇതാണ് ചോദ്യം. ഇപ്പോൾ രണ്ട് രീതിയിൽ പറഞ്ഞു. ഒന്ന് ശ്രേഷ്ഠമായ ബലം എന്താണ്, അഥവാ ശ്രേഷ്ഠൻ്റെ ബലം എന്താണ്. സജ്ജനങ്ങളാൽ ശ്രേഷ്ഠനായി മാനിക്കപ്പെടുന്നവനാണല്ലോ ശ്രേഷ്ഠൻ. അഥവാ സ്വയം ശ്രേഷ്ഠതയിൽ കഴിയുന്നവനും ശ്രേഷ്ഠൻ തന്നെ. അങ്ങനെയുള്ള ആളുടെ ബലം എന്താണ്? മറുപടി ദൈവം. ദൈവമാണ് ശ്രേഷ്ഠമായ ബലം. അഥവാ ശ്രേഷ്ഠൻ്റെ ബലം ദൈവമാണ്. ഇവിടെ എന്താണ് ദൈവം എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ചിന്തിക്കേണ്ടതുമുണ്ട്. എന്താണ് ദൈവം? അവിടെ ദൈവം എന്നുള്ളതിന് സുകൃതമാണ് ജന്മജന്മാന്തരമായുള്ള കർമ്മങ്ങളുടെ ഫലം, അനേക ജന്മങ്ങളുടെ കർമ്മങ്ങളുടെ മൊത്തം ഫലം ഈ ജന്മത്തിൻ്റെ ആരംഭത്തിൽ ഫലപ്രദാനത്തിന് സമർത്ഥമായാൽ അതിന് പറയുന്ന പേരാണ് ദൈവമെന്ന്. അപ്പോൾ ഏറ്റവും വലിയ ബലമെന്ന് പറഞ്ഞാൽ, ശ്രേഷ്ഠൻ്റെ ബലമെന്ന് പറഞ്ഞാൽ സ്വയം ജന്മജന്മാന്തരങ്ങളിലൂടെ സമ്പാദിച്ച ബലം തന്നെയാണ്. സ്വസമ്പാദിതമായ ബലമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ദൈവശബ്ദത്തിന് ജന്മജന്മാന്തരകൃതമായ കർമ്മത്തിൻ്റെ ഫലം ഈ ജന്മാദിയിൽ അഭിവ്യക്തമാകുമ്പോഴാണല്ലോ നമ്മൾ ദൈവം എന്ന് പറയുക. അപ്പോൾ ജന്മജന്മാന്തര കർമാർജിതമായിരിക്കുന്ന ബലം, അതാണ് ശ്രേഷ്ഠൻ്റെ ബലം. അഥവാ ചില സന്ദർഭങ്ങളിൽ ഈശ്വരൻ്റെ പര്യായവാചിയായിട്ടും ദൈവശബ്ദത്തെ വിനിയോഗിക്കാറുണ്ട്. ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ ദേവശബ്ദം, ദൈവശബ്ദം ഒക്കെ വിനിയോഗിക്കാറുണ്ട്. അപ്പോൾ സ്വന്തം കർമ്മത്തിൻ്റെ ഫലം എന്നുള്ള അർത്ഥമല്ല വരിക, ഈശ്വരൻ എന്നുള്ള അർത്ഥമാണ് വരിക. അങ്ങനെ വരുമ്പോൾ ഈശ്വരീയമായ ബലമാണ് ശ്രേഷ്ഠൻ്റെ ബലം. ഈശ്വരീയമായ ബലം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്ന ബലം, സകല സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും ആശ്രയമായ മായയ്ക്കും മൂലമായ ബലം, അതാണ് ശ്രേഷ്ഠമായ ബലം എന്നർത്ഥം വരും. ഇനി ശ്രേഷ്ഠൻ്റെ ബലം എന്നുള്ള അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ഈശ്വരീയമായ ആ ബലത്തെ സമാർജിക്കാനുള്ള യോഗ്യത
നമ്മൾ ജന്മജന്മാന്തരങ്ങളിലൂടെ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് വന്നു ചേരുന്നത്. അപ്പം ഈശ്വരീയമായ ദൈവബലത്തെ നേടാനും ദൈവം തന്നെയാണ് കാരണം. ഈ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ സാധുബലം കിം ദൈവം, അവിടെയാണ് ചോദ്യം വരുന്നത്. കഹ സാധുഹു, ആരാണ് സാധു? ശ്രേഷ്ഠനാരാണ്? ശ്രേഷ്ഠൻ്റെ ബലം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശ്രേഷ്ഠനാര്? ചോദ്യം. മറുപടി സർവദാ തുഷ്ട, എപ്പോഴും സന്തുഷ്ടനായവനാരോ അവനാണ് സാധു. അപ്പോൾ സാധു ശബ്ദത്തിന് പല സന്ദർഭങ്ങളിൽ ആചാര്യന്മാർ വിശദീകരണം തരുന്നുണ്ട്. സ്വന്തം ആശ്രമധർമ്മത്തെ പരിപാലിക്കുന്നവനാണ് സാധു എന്നുള്ളതാണ് ഏറ്റവും പ്രസിദ്ധമായ അർത്ഥം. അങ്ങനെയാണ് ശ്രേഷ്ഠൻ എന്നുള്ള താത്പര്യാർത്ഥം നമ്മൾ പറയുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് സർവദാ തുഷ്ട, എപ്പോഴും തുഷ്ടനായവൻ, എപ്പോഴും സന്തോഷിക്കുന്നവനാരോ അവനാണ് സാധു, അവനാണ് ശ്രേഷ്ഠൻ. എപ്പോഴും സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സാഹചര്യത്തിൽ സന്തോഷിക്കുന്നു. ലഭിച്ചതിൻ്റെ മൂല്യം മനസ്സിലാക്കാത്ത, ലഭിക്കാത്തതിനെക്കുറിച്ച് ഓർത്ത് ഖേദിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് സിദ്ധമായിരിക്കുന്ന ദേശകാലങ്ങളിൽ, വസ്തുക്കളിൽ തൃപ്തനായി സന്തുഷ്ടനായിരിക്കുന്നു. അതൊരു മനോഭാവമാണ്. വാസ്തവത്തിൽ സന്തോഷം എന്നുള്ളത് മനോഭാവമാണ്, അത് വസ്തുവിൽ നിന്ന് കിട്ടുന്നതല്ല. ആ മനോഭാവത്തോടു കൂടി നിറഞ്ഞിരിക്കുന്നവനാരോ അവനാണ് സാധു. ഇതാണ് സർവദാ എപ്പോഴും തുഷ്ട സാധു, എപ്പോഴും തുഷ്ടനായിട്ടുള്ളവനാണ് സാധു എന്ന് പറയുന്നത്. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മമാണ്. ഇന്ന് സനാതനധർമ്മത്തിൽ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യയുടെ വിഷു സന്ദേശം കേൾക്കാം. ഓം അമൃതേശ്വരിയെ നമഃ. നമ്മൾ മലയാളികൾക്ക് പരമ്പരാഗതമായി ഏറ്റവും പ്രാധാന്യമുള്ള 3 ആഘോഷങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ തലമുറയിലുള്ളവർ ഇത് 3 കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് സംശയമാണ്. 2 ഇപ്പോഴും വളരെ സജീവമായി സമൂഹത്തിൽ നിലനിൽക്കുന്നു. നമുക്കറിയാം, ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം ഓണം, രണ്ടാമത്തത് വിഷു, മൂന്നാമത്തത് തിരുവാതിര. നമ്മുടെ പഴയ ശൈലിയിൽ പറയും ഓണം, വിഷു, തിരുവാതിര എന്ന് പറയും. തിരുവാതിര ആഘോഷം ഇന്ന് വളരെ നാമമാത്രമായി ചുരുങ്ങി ചില ക്ഷേത്രങ്ങളിലൊക്കെ മാത്രമേ ഉള്ളൂ. പണ്ട് കുടുംബങ്ങളിലെല്ലാം തിരുവാതിര ആഘോഷം ഉണ്ടായിരുന്നു. ധനുമാസത്തിൽ തിരുവാതിര. കേരളീയരുടെ ഒരു പൊതു ആഘോഷങ്ങളായിട്ടാണ് ഇത് 3 കാണുന്നത്. അപ്പോൾ ഇതിൽ വിഷുവാണ് നമുക്കിപ്പോൾ സമാഗതമായിരിക്കുന്ന ആ സുദിനം. വിഷു നമ്മളുടെ മാത്രം ഒരു ആഘോഷമാണെന്ന് വിചാരിക്കരുത്. ഓണം നമ്മളുടെ മാത്രമാണെന്ന് വിചാരിക്കാം. നമുക്ക് മുഖ്യമായും കേരളത്തിലാണ് ഓണം. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഓണം അത്രയും കാണാനേ സാധിക്കുകയില്ല. മലയാളികൾ ഉള്ളിടത്ത് മാത്രമേ ഓണാഘോഷങ്ങൾ ഗംഭീരമായുള്ളൂ. പക്ഷേ വിഷു അങ്ങനെയല്ല. കാരണം വിഷുവിന് അഖില ഭാരതീയ അടിസ്ഥാനത്തിലൊരു പ്രാധാന്യമുണ്ട്. പല കാരണങ്ങളെ കൊണ്ടും ആ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിഷു കേരളത്തിൽ ഈ വിഷു എന്ന പേരിൽ ആഘോഷിക്കുമ്പോൾ പഞ്ചാബ് മുതലായ പ്രദേശങ്ങളിൽ ബൈസാഖി എന്ന് പറഞ്ഞ് ആഘോഷിക്കും. കിഴക്കേ ഭാരതത്തിൽ, പൂർവ്വ ഭാരതത്തിൽ അതിനെ ബിഖു എന്ന പേരിൽ ആഘോഷിക്കും. അങ്ങനെ പല സ്ഥലത്തും വിഷു ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വിഷുവിൻ്റെ അടിസ്ഥാനം മുഖ്യമായും ജ്യോതിശാസ്ത്രപരമാണ്. ഭാരതം മുഴുവൻ പിന്തുടരുന്ന ഒരു ജ്യോതിശാസ്ത്ര ഗണന പ്രകാരം വളരെ മഹത്വം ഉള്ള ഒരു ആഘോഷമാണ് വിഷു. നമ്മുടെ ജ്യോതിർഗണന അനുസരിച്ച് ഈ ഖഗോളത്തെ അല്ലെങ്കിൽ ഈ ആകാശത്തെ നമുക്ക് വളരെ ലളിതമായി പറയാം. 12 ഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. അതിന് ഓരോന്നിനും ഓരോ രാശി എന്ന് പറയും. ആ ഓരോ രാശികൾക്ക് ഓരോ പേരുമുണ്ട്. മേടം, മെടവം, മിഥുനം, കർക്കിടകം എന്നാണ് അത് തുടങ്ങുക. നമ്മുടെ മലയാളത്തിലെ മാസങ്ങളുടെ പേര് തന്നെയാണ്. ഇതിൽ ഗണിതാക്കളെല്ലാം, ജ്യോതിർവിജ്ഞാനികളെല്ലാം ഒന്നാമത്തെ രാശിയായിട്ട് കണക്കാക്കുന്നത് മേടം രാശിയെയാണ്. ഭാരതത്തിൽ മുഴുവൻ അങ്ങനെയാണ്. അപ്പോൾ വിഷുവിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഗ്രഹങ്ങളിൽ ഏറ്റവും പ്രതാപശാലിയായ, ജ്യോതിശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ ആത്മകാരകനായ സൂര്യഭഗവാൻ ഒന്നാമത്തെ രാശിയായ
മേടത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ് വിഷു. 1-ാം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന ദിനം. അതുകൊണ്ട് ആ ദിവസം ഭാരതത്തിൽ പൊതുവെ പുതുവർഷ ആരംഭമായി കണക്കാക്കുന്നു. നവവത്സര ദിനമാണ് വിഷു. മലയാളികൾക്ക് നവവത്സര ദിനം ചിങ്ങം 1 നമ്മൾ പറയുമെങ്കിലും പണ്ട് മലയാളികൾക്കും കേരളീയർക്കും വിഷു തന്നെയായിരുന്നു നവവത്സര ദിനം. അതുകൊണ്ട് ഇന്ന് നമുക്ക് വേണമെങ്കിൽ മലയാള പഞ്ചാംഗം അനുസരിച്ച്, മലയാള കലണ്ടർ അനുസരിച്ച് 2 പുതുവർഷ ദിനങ്ങൾ ആഘോഷിക്കുന്നുവെന്ന് നമുക്ക് പറയാം, ഓണവും വിഷുവും. വിഷു ഒരു പുതുവത്സര ദിനം തന്നെയാണ്. വിഷുവിൻ്റെ ചടങ്ങുകൾ നോക്കിയാൽ അതിന് പല തലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതിനൊരു സാംസ്കാരിക തലമുണ്ട്, അതിനൊരു ആധ്യാത്മിക തലമുണ്ട്, അതിനൊരു സാമൂഹിക തലമുണ്ട്, പിന്നെ അതിനൊരു പാരിസ്ഥിതിക തലമുണ്ട്. സാംസ്കാരിക തലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസ്കാരം കൈ പകർന്ന് മുന്നോട്ട് പോകുന്ന ഒന്നാണ്. അത് കുടുംബത്തിൻ്റെ ഒരു പിന്തുടർച്ചയിലൂടെ കിട്ടുന്നതാണ്. സംസ്കാരങ്ങളെല്ലാം കുടുംബത്തിലെ മുതിർന്നവർ ഇളയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പിന്തുടരുന്നത്. അതിൻ്റെ പ്രതീകാത്മകമായ അനുഷ്ഠാനങ്ങൾ നമുക്ക് വിഷുവിൽ കാണാം. ഏറ്റവും പ്രധാനം വിഷുക്കൈനീട്ടം. മുതിർന്നവർ, ധനം സമ്പാദിക്കുന്നവർ ധനം സമ്പാദിക്കാത്തവർക്ക് അല്ലെങ്കിൽ തങ്ങളിൽ ഇളയവർക്കെല്ലാം എന്തെങ്കിലും ചെറിയ ഒരു ധനദാനം ചെയ്യുന്നു. അതൊരു പ്രതീകമാണ്. തങ്ങളുടെ സ്വത്ത്, തങ്ങൾ ആർജിച്ച പൈതൃകം ഇതാ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നു. പിന്നെ ഇതൊരു സൂചന ഞാൻ നൽകുകയാണ്. ഈ സാംസ്കാരിക തലത്തിൻ്റെ ഒരു ഉദാഹരണം എടുത്ത് പറയുകയാണ്. ഇനി എൻ്റെ ആധ്യാത്മിക തലത്തിൻ്റെ ഉദാഹരണം നോക്കാം. ഒരു പുതുവർഷം തുടങ്ങുന്ന ദിവസം രാവിലെ നമ്മൾ എന്തിനെയാണ് കാണുന്നത്? നമ്മൾ കണി കാണുന്നു. കണിയിൽ എന്താണുള്ളത്? മുഖ്യമായും ഭഗവാന്റെ വിഗ്രഹം, പിന്നെ നിറദീപം, പിന്നെ മംഗളകരമായ കുറേ വസ്തുക്കൾ. കണിക്കൊന്ന, പൂവ്, സ്വർണം, ഗ്രന്ഥം, വാൽക്കണ്ണാടി, അന്ന് അവിടെ വിളയുന്ന പ്രധാനപ്പെട്ട പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്ന ഒരു സാത്വികമായ ദൈവികമായ ഒരു ദൃശ്യമാണ് നമ്മൾ രാവിലെ തന്നെ കാണുന്നത്. അതെന്താണ്? നമ്മളുടെ ആത്മീയ ചൈതന്യത്തെ ഉണർത്തുവാൻ വേണ്ടിയാണ് അതിനെ കാണാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രകാശത്തെ കാണുക, ഈശ്വരനെ കാണുക. ഈ പാഠമാണ് നമുക്ക് വിഷുക്കണിയിലൂടെ കാണിച്ചു തരുന്നത്. ഇതാണ് ഇതിൻ്റെ ആധ്യാത്മിക വശം. പിന്നെ ഇതിൻ്റെ സാമൂഹിക വശമുണ്ട്. എല്ലാവരും ഒത്തുചേരുന്നു, പടക്കം പൊട്ടിക്കുന്നു, സദ്യ ഉണ്ണുന്നു, കളിക്കുന്നു കുട്ടികളെല്ലാം. അങ്ങനെയുള്ള ഒരു സാമൂഹിക സമാഗമത്തിൻ്റെ വേദി കൂടി ആയി മാറുന്നു വിഷു. അതെല്ലാ ഉത്സവങ്ങൾക്കും ഉള്ളത് തന്നെയാണ്. ഇതിനും ഉപരിയായി പ്രധാനമായി ഇതിനൊരു പാരിസ്ഥിതിക തലമുണ്ട്. എന്താണ്? നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളെ കൊണ്ട് ജീവിതം സന്തുഷ്ടമാക്കി തീർക്കുവാൻ നമ്മൾ പഠിക്കണം. ചക്കയും മാങ്ങയും വെള്ളരിക്കയും കണിക്കൊന്നയും ഒക്കെ ഈശ്വരൻ്റെ ചില വൈഭവങ്ങളെ പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിയുടെ വരദാനത്തെ കൂടി കാണിച്ചു തരുന്നു. ആ പ്രകൃതിയുടെ വരദാനങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള സന്ദേശം നമുക്ക് ഈ വിഷു നൽകുന്നു. അതുപോലെ വിത്ത് വയ്ക്കുന്ന ദിവസമാണ്. അങ്ങനെ പല പല പ്രകൃതിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും വിഷുവിനോടനുബന്ധിച്ച് നമ്മൾ ആചരിക്കാറുണ്ട്. അതൊക്കെ വിശദമായി പഠിക്കേണ്ട വിഷയമാണ്. പുതിയ തലമുറ ഇതെല്ലാം കണ്ടു പരിചയമില്ലാത്തവരായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ചരിത്രമൊക്കെ വായിച്ചും മുതിർന്നവരിൽ നിന്ന് കേട്ടും മനസ്സിലാക്കിയാൽ സാംസ്കാരികവും ആധ്യാത്മികവും സാമൂഹികവും പാരിസ്ഥിതികവുമൊക്കെയായ പല തലങ്ങളിൽ മഹത്വമുള്ള ഒരു ഉത്സവമാണ്, ആഘോഷമാണ് വിഷു എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള തത്വങ്ങളെയെല്ലാം മനസ്സിലാക്കി നമ്മളുടെ ജീവിതത്തിൽ ഈ ആചാരങ്ങളെയെല്ലാം അനുഷ്ഠിച്ച് മുന്നോട്ട് പോയാൽ നമ്മളുടെ ജീവിതം സമ്പൂർണ്ണം വൈഭവപൂർണ്ണമായി തീരും, അത് ധന്യമായി തീരും. ഓം അമൃതേശ്വരി. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
തിരി